അസസിയുടെ ടോട്ടൽ ഇൻകത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ടാക്സ് ചാർജ് ചെയ്യുക. നമുക്ക് ഇൻകം നൽകുന്ന അതേ സമയം തന്നെ ടാക്സ് ഗവൺമെൻറ്റിലേക്ക് അടച്ചിട്ട് ബാലൻസ് ഇൻകം മാത്രം നമുക്ക് നൽകുന്നതിനെയാണ് ടാക്സ് ഡിഡക്ഷൻ അറ്റ് സോഴ്സ് അല്ലെങ്കിൽ TDS എന്ന് പറയുക. ഇനി 5 ഹെഡ്സ് ഓഫ് ഇൻകം ഏതാണെന്ന് നോക്കാം. ഇൻകം ഫ്രം സാലറി, ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി, ഇൻകം ഫ്രം പ്രോഫിറ്റ് ആൻഡ് ഗെയിൻ ഓഫ് ബിസിനസ് ഓർ പ്രൊഫഷൻ, ഇൻകം ഫ്രം ക്യാപിറ്റൽ ഗെയിൻ, ഇൻകം ഫ്രം അതർ സോഴ്സ്. ആരാണ് അസസി? സെക്ഷൻ 2 സബ്സെക്ഷൻ 7ലാണ് അസസിയെ ഡിഫൈൻ ചെയ്യുന്നത്. ടാക്സ് അടയ്ക്കാൻ അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് അടയ്ക്കാൻ ലയബിൾ ആയിട്ടുള്ള വ്യക്തിയാണ് അസസി. ഇൻകം ടാക്സിൻ്റെ ഏതെങ്കിലും പ്രൊസീഡിങ്സ് നേരിടുന്ന ഒരു വ്യക്തിയായിരിക്കും അസസി. ഒരു വ്യക്തിയുടെ ഇൻകത്തിൻ്റെ കണക്കനുസരിച്ച് അദ്ദേഹത്തിന് ടാക്സ് പേ ചെയ്യണം. പക്ഷേ ഏതെങ്കിലും എക്സംഷൻസിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ടാക്സ് അടയ്ക്കാൻ ലയബിൾ അല്ലാതെ വന്നാൽ പോലും ഇൻകം ടാക്സിൻ്റെ പ്രൊസീഡിങ്സ് മീറ്റ് ചെയ്യുന്നത് കൊണ്ട് അയാൾ അസസി എന്ന പേരിൽ അറിയപ്പെടുന്നു. അവിടെ അയാൾക്ക് ടാക്സ് അടയ്ക്കേണ്ട എന്നിരുന്നാലും അയാൾ ഒരു അസസിയാണ്. കാരണം ഈ ഇൻകം ടാക്സ് പ്രൊസീഡിങ്സ് മീറ്റ് ചെയ്യുന്നത് കൊണ്ട്. ഒരു വ്യക്തിക്ക് ഏതെങ്കിലും ഫ്രിഞ്ച് ബെനിഫിറ്റ് കിട്ടി, അതായത് കാർ പോലുള്ള ഗിഫ്റ്റുകൾ കിട്ടി, ഭാര്യയ്ക്കോ മകനോ മകൾക്കോ ഗിഫ്റ്റ് കിട്ടി, ബിസിനസ്സിൽ ലോസ് വന്നു, എന്നാലും അസസ്മെൻ്റ് അവിടെ നടത്തണം, കഴിഞ്ഞ വർഷം എക്സസ് ടാക്സ് അടച്ചു, ഈ വർഷം അതിൻ്റെ റീഫണ്ട് കിട്ടും, അവിടെയും അയാളൊരു അസസിയാകും. ഡീംഡ് അസസിയും അസസി ഇൻ ഡിഫാൾട്ടും ഒരു അസസിയായിരിക്കും. ഭാര്യയ്ക്കോ മകനോ മകൾക്കോ ഗിഫ്റ്റ് കിട്ടുമ്പോൾ അത് ഹസ്ബൻഡിൻ്റെ അല്ലെങ്കിൽ അച്ഛൻ്റെ ഇൻകവുമായിട്ട് ക്ലബ് ചെയ്യുന്നുണ്ട്. ഇൻകം ടാക്സ് റീഫണ്ട് കിട്ടുന്നു. ഇവിടെയൊക്കെ ഒരു ഇൻകം ടാക്സ് പ്രൊസീഡിങ്സ് ഉണ്ട്.